ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യം പ്ലാനറ്റ് ടാങ്ക് ഇടുന്ന കമ്മ്യൂണിറ്റി വിഷനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. അതിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതിൽ കുറച്ച് ഐറ്റംസ് ക്വാറന്റൈൻ കഴിഞ്ഞ ഹെൽത്ത് വിഷ് സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പരിചയപ്പെടുത്തി തരാം. ഈ വരുന്നത് കാർഡിൽ ടെട്രാസ് ആണ്, കമ്മ്യൂണിറ്റി വിഷ് ആണ്, സ്കൂളിംഗ് വിഷ് എന്ന് പറയും. ഇതിന്റെ കൂടെ കിടക്കുന്നത് ഡിസ്കസ് ആണ്. ഡിസ്കസ്ഡ് കമ്മ്യൂണിറ്റി പെട്ട ഒരു ടെട്ര ഐറ്റംസ് ആണ് ഇതൊക്കെ. അതിന്റെ കൂടെ കിടക്കുന്നത് റെഡ് കോൾസ് ഗൗരാമീസ്. ഇതൊക്കെ ഒരു 3 ഫീറ്റ് 2.5 ഫീറ്റ് ലെങ്ത് ഒക്കെ വരുന്ന ടാങ്കിനകത്തൊക്കെ കമ്മ്യൂണിറ്റി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഫിഷുകളാണ്. അതുകൂടാതെ മൗണ്ടൻ മിന്നോസ് ഉണ്ട്. ബ്ലാക്ക് മൗണ്ടൻ മിന്നോസ് ആണ് ഈ കിടക്കുന്നത്. പിന്നെ പീരിയ മോസിന്റെ സെറ്റ് നമ്മളതിന് അവൈലബിൾ ആണ്. മോസിന്റെ ഒരു 6-7 വെറൈറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ് സ്റ്റോറിൽ. പീനിയ മോസ് ഉണ്ട്, റിക്കിയാമോസ് ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, പിന്നെ മിനി റിക്കിയ അല്ല മിനി മോസ് ഉണ്ട്. മിനി മോസ് റയർ ആണ്. മിനി മോസ് കാണിച്ചു തരാം. പിന്നെ വരുന്നത് എസ് പി റാസ്ബോറാസ് കുറച്ചുണ്ട്. എസ് പി റാസ്ബോറാസ് ആണ് അങ്ങനെ ചുമന്ന ബ്ലാക്ക് ലൈൻ വരുന്നത്. പിന്നെ വരുന്നത് സിൽവർ ടിപ്പ് ടെട്ര എന്ന് പറയും. മെച്ചുറായ സൈസ് ആണ് കിടക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡിസ്പ്ലേ ടാങ്ക് ആണ്. ഇതിനകത്തൊരു ബാർബ് വെറൈറ്റീസ് ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. 2 ഫീറ്റ് സ്ക്വയറിന്റെ ടാങ്ക് ആണ്. ഹൈറ്റ് വരുമ്പോൾ 1 ഫീറ്റ് ആണ്. പുറകിൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്നത് വാലിസ്നേറിയ അമേരിക്കാന. 3 ഫീറ്റോളം ലെങ്ത് വരും അതിന്റെ ലീവ്സിന്. പിന്നെ അടിയിൽ കുറച്ച് സജിറ്റേറിയ ഡോർഫ് ഉണ്ട്. ഈ കാണുന്നതാണ് ഡാൻസോണി ബാർബ്, ആ റെഡ് ലൈൻ വരുന്നത്. നേറ്റീവ് ബ്രീഡ് ആണ്. കൂടുതലും മലബാർ ചാലക്കുടി റീജിയനിലാണ് ഇവര് കാണുന്നത്. പിന്നെ ഈ കാണുന്നത് കോംബോ ടെട്രയുടെ മെയിൽസ് ആണ്, മെക്സോർ റൈസ് ആണ്. ഈ കാണുന്നത് ലെമൺ യെല്ലോ ഫിൻ ടെട്ര. പിന്നെ പുറകിൽ കാണുന്ന റെഡ് ടൈൽ വരുന്നത് കൊളംബിയൻ ടെട്രയാണ്, ചുമന്ന ടൈൽ വരുന്നത്. പിന്നെ അധികം വാട്ടർ ചേഞ്ചിന്റെ ആവശ്യമൊന്നും വരത്തില്ല. 3 മന്തിന് മേലോട്ട് വന്നാൽ അത് നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് കസ്റ്റമൈസേഷനും അതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ഇത് നമ്മുടെ സിക്കിൾഡ് വെറൈറ്റീസിന്റെ കമ്മ്യൂണിറ്റി ടാങ്ക് ആണ്. അതിനകത്ത് ഈ കിടക്കുന്നത് റെഡ് ജുവൽ ആണ്, റെഡ് ജുവൽ സിക്കിൾഡ്. പിന്നെ പുറകെ കിടക്കുന്നത് റെയിൻബോ സിക്കിൾഡ് ആണ്. റെയിൻബോ സിക്കിൾഡിന്റെ വലുതാണ് കിടക്കുന്നത്. അതിന്റെ ബേബീസ് ആണ് എന്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് മോർഫ് വെറൈറ്റീസ്. ഇത് ഡിസ്പ്ലേ നമ്മൾ കാണിക്കാൻ വെച്ചിരിക്കുന്നതാണ് ആൾക്കാർക്ക് ഇതെങ്ങനെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാന്നുള്ളത്. ഇതൊരു ഹാർഡ് സ്കേപ്പിൽ വരുന്ന ഫിഷസ് ആണ് ഇതൊക്കെ. ഇത് കൂടാതെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ. യെല്ലോ മോർഫ്, പിന്നെ സിക്കിൾ, ഇതിന് ഒത്തിരി ഡെമൻസോണി, യെല്ലോ ബാൻഡ്, റെഡ് ബാൻഡ്, അങ്ങനെ ഒത്തിരി ടൈപ്പുകളുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ഷോപ്പിൽ ഇപ്പോ നിയോൺ റൈ കിടപ്പുണ്ട്. ഡോഫ് ടൈപ്പ് ആണ്. ഇതും പ്ലാനറ്റ് ടാങ്കിൽ ഇടുന്ന ഫിഷസ് ആണ്. ക്വാറന്റൈൻ കഴിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ബ്രിസ്റ്റിൽ നോസ് പ്ലക്കോസ് കിടപ്പുണ്ട്. പ്ലക്കോസിന്റെ വീഡിയോസും ഇതിനോട് അറ്റാച്ച് ചെയ്യാം. സ്റ്റാർലൈറ്റ് പ്ലക്കോസ് ഉണ്ട്. ആൽബിനോ ബ്രിസ്റ്റിൽ നോസിന്റെ പ്ലക്കോസും കിടപ്പുണ്ട്. ആൽബിനോ ബ്രിസ്റ്റിൽ നോസ് സ്റ്റാർലൈറ്റ് കിടപ്പുണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് ഒക്കെ പ്ലാനറ്റ് ടാങ്കിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ക്രിപ്റ്റോ സ്പൈറലൈസിസും മോണ്ടിക്കാർലൈറ്റ്. പിന്നെ താഴത്തെ ടാങ്കിനകത്ത് കിടക്കുന്നത് പ്ലാന്റ്സ് ആണ്. നമ്മുടെ സിൽവർ ക്യൂൺ എന്ന് പറയും. സിൽവർ ക്യൂൺ ക്രിപ്റ്റോ ആണിത്. ഇത് മെയിൻ ബോൾഡായി റെഡ്. ഇത് മറ്റേ CO2 ടാങ്കിനകത്ത് കിടന്ന ടൈപ്പാണ്. റെഡ് ലീവ്സ് നല്ല റെഡായി വരും. പിന്നെ ഈ കാണുന്നത് നിയോൺ ടെട്രാസ് ആണ്. ഇത് എല്ലാ ഷോപ്പിലും കൂടുതലായിട്ട് സെയിൽ ആവുന്ന സാധനങ്ങളാണ്. പ്ലാനറ്റ് ടാങ്കിനകത്ത് ഏറ്റവും ചീപ്പ് റേറ്റ് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ കിടക്കുന്നത് സർപ്പ വെൽറ്റൈൽ ടെട്രയാണിത്. അതും പ്ലാനറ്റ് ടാങ്ക് ഇടുന്ന ടൈപ്പുകൾ തന്നെ. ടാങ്കിന്റെ സൈസ് അനുസരിച്ച് ഷോപ്പിൽ വന്നാൽ കസ്റ്റമേഴ്സ് ടാങ്കിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഏതൊക്കെ ടൈപ്പാണ് വേണ്ടതെന്നുള്ള. പിന്നെ താഴെ കിടക്കുന്നതിനകത്ത് കുറെ SP റാസ്ബോറാസും റെഡ് ടേബിൾ ഏഞ്ചല് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതിനകത്തുണ്ട്.
ഇത് ഏഞ്ചൽ, റെഡ് ഡബിൾ. പിന്നെ വരുന്നത് ഡാൻസോണി ബാർബ്സ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ടാങ്കിൽ കാണിച്ച് അതിന്റെ ചെറിയതും വലിയ സൈസും കിടക്കുന്നത് ഡാൻസോണി ബാർബ്. റെസ്റ്റോസ് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കണ്ടീഷനായ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷുകളാണ്. പിന്നെ ഈ കാണുന്നത് അനൂബിയസിന്റെ വേരിയേഷൻസ് ആണ് ഇതൊക്കെ. ഇത് വരുന്നത് ലോങ് ലീഫ്, ഇത് ഗ്ലാബ്ര, ഇത് വേവ് ലീഫ്, ഇത് ഗോൾഡൻ ലീഫ്, പിന്നെ ഇത് വരുന്നത് കോയിൻ ലീഫ്. ഇത്രയും വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലസ് അനൂബിയസിന്റെ ബ്രോഡ് ലീഫ് നമ്മളതിലുണ്ട്. അതാണ് പുറകെ കാണുന്നത്, അനൂബിയസ് ബ്രോഡ് ലീഫ്. പിന്നെ കാണുന്ന ഫാൻസ് നമ്മളതിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് കുറച്ച് ഓസ്കാറിന്റെ വെറൈറ്റീസ് ഉണ്ട്. കോർണിങ് കഴിഞ്ഞ് ഹെൽത്തി ഫിഷ് ആണ് കിടക്കുന്നത്. 4 കളർ ഓസ്കാർ കിടക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ടാങ്ക്. വേറെ ഡിസ്പ്ലേ ടാങ്ക് ആണ്. ഈ വന്നിരിക്കുന്ന തീം മലബാർ തീമാണ്. ഈ സാധനം കേരള സ്റ്റൈലിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ ADS സ്റ്റോണിൽ അനൂബിയസ് പ്ലാന്റ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതാണ്. പിന്നെ ടിഷ്യൂ വെറൈറ്റീസ് പ്ലാന്റ്സ് പോട്ട് അവൈലബിൾ ആണ്. ടിഷ്യൂ പ്ലാന്റ്സ് വെന്റിറ്റി പിങ്ക് CO2 ടാങ്കിൽ വെക്കുന്ന ടൈപ്പാണ്. സ്പൈറലൈസിസ് റെഡ് ക്രിപ്റ്റോയുടെ. ഇത് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആണ്. മറ്റേ മോണ്ടിവെൻസിസ് എക്ലോബറിസ്, അതായത് ഹെയർ ഗ്രാസിന്റെ വലിയ ടൈപ്പ്. 20-25 സെന്റിമീറ്റർ ഹൈറ്റ് വരും. ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ നന്നായിരിക്കും. ലോ മെയിൻ്റെനൻസ് ആണ്, അധികം മെയിൻ്റെനൻസ് ഉള്ള ടൈപ്പ് അല്ല. പിന്നെ കൂടുതൽ സെയിൽ ആവുന്നത് മോണ്ടിക്കാർലോ കാർപ്പറ്റ് പ്ലാന്റ്. ഇതും അധികം മെയിൻ്റെനൻസ് ഉള്ള ടൈപ്പ് അല്ല. പിന്നെ ബോൾ ബൈറ്റിസ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബോൾ ബൈറ്റിസ് ഉണ്ട്, ഡോഫ് ടൈപ്പ്. ടെറേറിയത്തിലും പ്ലാനറ്റ് ടാങ്കിലും വയ്ക്കാവുന്ന വെറൈറ്റീസാണ്. ഇത് നമ്മുടെ ഡിസ്പ്ലേ ടാങ്ക് ആണ്. സിലിണ്ടർ ഷേപ്പിൽ ചെയ്യുന്ന ഡിസ്പ്ലേ ടാങ്ക്. കാർപ്പറ്റ് പ്ലാന്റ്, മിഡ് ഗ്രൗണ്ടിലെ മറ്റേ ഗ്രാസ് ആണത്, ഗ്രാസ് വെറൈറ്റീസ്. കുറെ കാണുന്നത് ക്രിസ്മസ് മോസ്. ഇത് കസ്റ്റമറിന് ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഡിസ്പ്ലേ ടാങ്ക് ആണ്, വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ കാണുന്നത് മോസ് വെറൈറ്റീസിന്റെ ബഞ്ചസ് ആണ്. ലൂസ് ബഞ്ച് അവൈലബിൾ ആണ്. 4-5 വെറൈറ്റീസ് മിക്സ് ആയിരിക്കും. പിന്നെ ഈ കാണുന്നത് ചെറിയ റെഡ് ഷ്രിമ്പിൾ ആണ്. ചെറിയ റെഡ് ഷ്രിമ്പും അസാസിയസ് നെയിലും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നാനോ ടാങ്കിന്റെ വർക്കുകളാണ് ഇതൊക്കെ. വേറെ വർക്കുകളൊക്കെ വീഡിയോസ് അറ്റാച്ച് ചെയ്തിരിക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസും സാധനങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. പ്രോ ബ്ലാക്ക് ആണ്, ബയോഫിന്റെ കമ്പനിയുടേതാണ്. ഓസ്ട്രേലിയൻ ബ്ലാക്ക് വേംസിന്റെ പെല്ലറ്റ് ആണ്. പെല്ലറ്റ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്. ഇത് അത്യാവശ്യം പ്രീമിയം ഫോർമുലയാണ്. ഹൈലി ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ്. പ്ലസ് ന്യൂട്രീഷൻ റിച്ച് ആണ് ഈ സാധനം. നമ്മൾ പ്ലാനറ്റ് ടാങ്കിൽ പറയുമ്പോൾ 2 days once ആണ് ഇതിന്റെ ഫീഡിങ്. ഈ ടൈപ്പ് ഫുഡ് ആണെങ്കിൽ 2 ദിവസം ഒരിക്കൽ ഫീഡ് ചെയ്താണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്, മെയിൻ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ കൂടുതൽ എടുത്ത് വെക്കുന്നത്. ഒരുപാട് ഐറ്റംസ് മാർക്കറ്റ് അവൈലബിൾ ആണ്. നമ്മളങ്ങനെ എല്ലാം എടുത്ത് വയ്ക്കാറില്ല. ആവശ്യമുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ളത് ഫാമിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് സ്റ്റോറിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നത്. പിന്നെ ന്യൂട്രിപ്രൂടെ ബക്കറ്റ് ഫീഡ് അവൈലബിൾ ആണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പ്രോട്ടീൻ കണ്ടന്റ് 53% പ്രോട്ടീൻ വരും. മിക്ക ഓർണമെന്റ് ഡിവിഷനും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ വരുന്നത് നല്ല ബെറ്റാസ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബെറ്റാസ് വൈറ്റ്, ഡംബോ ഇയർ, ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഫാമിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സാൽമാൻഡർ, ഇത് സൂപ്പർ റെഡ് ഹോക്വിൻസ് ആണ്. ഇതെല്ലാം ഹോക്വിൻസ്, വൈറ്റ്, ഡംബോ ഇയർ, റോസ്റ്റ്, ഒത്തിരി സ്റ്റോക്ക് അവൈലബിൾ ആണ്. വന്ന് നോക്കി ഇഷ്ടപ്പെട്ട ഐറ്റംസ് നോക്കി എടുക്കുക. പിന്നെ ഇത് വരുന്നത് ആൽബിനോ ഹെക്കലി, ഇച്ചിരി അഗ്രസീവ് ആണ്. നമ്മുടെ ടെറിട്ടോറിയൽ ടൈപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. പ്ലാന്റ് ടാങ്കിൽ ഇടുന്ന സാധനം തന്നെയാണ്, പക്ഷെ വലിയ ടൈപ്പ് പ്ലാന്റ്, അതായത് 4 feet 5 feet അടുത്തൊക്കെ വരുന്ന ടാങ്കിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫിഷസ് ആണ് ഇതൊക്കെ. ആൽബിനോ ഹെക്കലീസ്.
ഡബിൾ റെഡ് ഏജസിന്റെ കുറച്ച് കളക്ഷനാണ്. പിന്നെ പെറ്റ ഫീമെയിൽസിന്റെ കളക്ഷൻ ഉണ്ട്. മെയിലും എടുത്താൽ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടി വരുന്നവർക്ക് ഇതിനകത്ത് നല്ല സെലക്ട് ചെയ്ത് എടുക്കാം. പിന്നെ ക്രേഫിഷ് ഉണ്ട് നമ്മളേക്കും. ജെയിന്റ് സൈസ് ക്രേഫിഷ് കിടപ്പുണ്ട്. വൈറ്റും റെഡും അവൈലബിൾ ആണ്. പിന്നെ നല്ല കണ്ടീഷൻ പോളാർ പാരറ്റ് കിടപ്പുണ്ട്. കുറേയൊക്കെ സെയിലായി. എന്റെ ബാലൻസ് ആണ് ഈ കിടക്കുന്നത്. കണ്ടീഷനായ പോളാർ പാരറ്റ് സെമി അഡൽ സൈസ് ആണ്. അന്ന് നോക്കിയെടുത്താൽ പേരായിട്ടൊക്കെ കൊണ്ടുപോകാം. ബ്രീഡിങ്ങിനൊക്കെ പറ്റിയതാ. ഈ കാണുന്നതാണ് റെയിൻബോ സെക്കിൾഡ്. ഇതിന്റെ ബേബീസ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് മെയിൽ ആണ്. അഡൽറ്റ് ഫുള്ളി മെച്ചേർഡ് മെയിൽ സൈസ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഇപ്പൊ നമ്മളെ ഷോപ്പിലുള്ള സാധനങ്ങൾ. ഷോപ്പിൽ എടുത്തിടുന്ന പറഞ്ഞാൽ ഞങ്ങൾ ചവറണൊക്കെ എടുത്തിടാറില്ല. ക്വാറന്റൈൻ കഴിഞ്ഞ് ഹെൽത്തി ഫിഷ് മാത്രമേ ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യത്തുള്ളൂ. വരുന്നവർക്കാണെങ്കിൽ കൊണ്ടുപോകുന്ന ഫിഷ് ഹെൽത്തി ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ കുറച്ച് ആക്സസറീസ് ആണെങ്കിൽ പോലും പ്രീമിയം സാധനങ്ങളെ കൂടുതൽ എടുത്തു വയ്ക്കാറ്. ലോക്കൽ ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ ഒത്തിരി ബ്രാൻഡ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നമ്മൾ അങ്ങനെ എല്ലാ ടൈപ്പും എടുത്തു വയ്ക്കാറില്ല. പിന്നെ ഉള്ള സാധനങ്ങൾ അത്യാവശ്യം നല്ലത് നമ്മൾ യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്നുള്ള ടൈപ്പ് സാധനങ്ങൾ ഹോബീസുകാരൊക്കെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ 2-3 ഐറ്റംസ് കൂടി കാണിച്ചു തരാം. ഇത് വരുന്നത് 80 സ്പഞ്ച് ആണ്. ഒരു അപ് ടു 90 to 100 വാഷ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിരിന്നു പോകത്തില്ല. കണ്ടോ, പിരിന്നു പോകത്തില്ല. ഇത് ഹണി കോമ്പ് ഡിസൈനിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബ്ലൂ ആണ് ഫസ്റ്റ് വയ്ക്കുന്നത്. അടിയിലാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡ്. പിന്നെ വരുന്നത് പറഞ്ഞാൽ കുറച്ച് സിംഗിൾ വേ മോട്ടറിൽ സൈലന്റ് വേരിയേഷൻ ഇതാണ്. നമ്മൾ കൂടുതലും സൈലന്റ് വേരിയേഷൻസ് ആണ് എടുത്ത് കൊടുക്കാറ്. അതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. 3 വാട്ട്സിന്റെ 2.5 വാട്ട്സിന്റെ. ശബ്ദം കേൾക്കത്തില്ല. RTM ഹാച്ച് ചെയ്യാനൊക്കെ എടുത്താൽ വീട്ടിനകത്തൊക്കെ അക്വറി 1-2 അക്വറി ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ വേരിയേഷനാണ് സൈലന്റ് വേരിയേഷൻ. സാധാ മോട്ടറാണെങ്കിൽ ഭയങ്കര ശബ്ദമാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. കുറച്ച് റേറ്റ് വേരിയേഷനെ വരുന്നുള്ളൂ മറ്റേതിനെ അപേക്ഷിച്ച്. ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അത് ഓരോ സാധനങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ MC റോഡ്, ട്രിവാൻഡ്രം MC റോഡ് മണ്ണന്തലയിലാണ്. മണ്ണന്തല അരുവിയോട് ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത്. ഷോപ്പ് ടൈം വരുന്നത് എല്ലാ ദിവസവും ആഫ്റ്റർനൂൺ 3 to 11 ആണ്. അതില് 2-1 ആള് കാണും. പക്ഷെ ആക്റ്റീവ് ആവുന്നത് 3 o'clock ഈവനിങ് ടൈമിലാണ് കൂടുതൽ ഷോപ്പ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്പർ കാണും, നമ്പറിൽ വിളിച്ചിട്ട് വരിക. സോ ഗൈസ്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയസ് എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. ഈ പ്ലാൻ ടാങ്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നാനോ ടാങ്ക് ആണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. നാനോ ടാങ്ക്, പിന്നെ 3 ഫീറ്റ് ഒക്കെ വരുന്ന ടാങ്കിനും അക്വസ്കേപ്പിംഗ് നന്നായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ അത് ആവശ്യം കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. സ്റ്റോറിൽ വന്ന് സംസാരിക്കുമ്പോഴേ അത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ പറഞ്ഞ ഏരിയസ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യാൻ അറിയാം, പലർക്കും പാടായിരിക്കും. അത് പല സൈസ് വേരിയേഷൻ, പല വെറൈറ്റീസ്, അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് അതൊക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ 2 നാനോ ടാങ്കിൽ തന്നെ 2 ടൈപ്പ് ടാങ്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് CO2 ഉണ്ട്, നോർമലും ഉണ്ട്. ഇത് വരുന്നത് നോർമൽ ടാങ്കുകളാണ്. നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും. പ്ലാന്റ് ഒത്തിരി ആഡ് ചെയ്യേണ്ടി വരും. കാർപ്പറ്റ് ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് മോസ്റ്റ് ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഷ്രിമ്പ് ടാങ്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും. വർക്കിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച ഡിസ്ക്രിപ്ഷനിൽ കാണും. പിന്നെ കൂടുതൽ അറിയാനുള്ളവർക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക. പിന്നെ കാറ്റലോഗ്, വാട്സപ്പ് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ ആക്സസറീസ് അതിന്റെ ഡീറ്റെയിൽസ് റേറ്റ് ഒക്കെ അതിൽ തന്നെ കാണും. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ, ട്രാൻസ്പോർട്ടേഷൻ, റെയിലില്, ട്രെയിൻ, റെയിൽവേയിലും എല്ലായിടത്തും ഉണ്ടതാണ്. അപ്പൊ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസും ഇനി വരുന്ന വീഡിയോസിനകത്തും മറൈനെ കുറിച്ചൊക്കെ ആയിരിക്കും ഡീറ്റെയിൽസ് വരുന്നത്. മറൈന് ടാങ്ക് സെറ്റപ്പ് ചെയ്യാനും അതിന്റെ റീഫ് ടാങ്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെയാണ് അടുത്തതിൽ വരുന്നത്. എനിക്ക് അതിന്റെ സ്റ്റോർ സെപ്പറേറ്റ് ഉണ്ട്. അത് ഓൺ വർക്കിലാണ്, വരുന്നതായിരിക്കും ഉടനെ. പിന്നെ എന്തെങ്കിലും ഉള്ളവർക്ക് വിളിച്ചിട്ട് വരിക. 3 മണിക്ക് ശേഷമുള്ള ടൈമിങ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ.